വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെയിൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലോത്ത് ഡോളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തവണ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലാണ് ചെയ്യാൻ പോണത്. ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു സെറ്റ് മുണ്ടിൻ്റെ തുണിയാണ്. അപ്പോൾ നമുക്ക് സ്കിൻ കളർ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കളറിലേക്ക് ഇതുപോലെ കളർ ചെയ്തെടുക്കുകയാണ്. ഈ കളർ ചെയ്യണതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ കുറച്ച് പീസസ് ഇതുപോലെ പല ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കൊരു സർക്കിളാണ് വേണ്ടത്, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ യു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് വരച്ചെടുക്കുന്നത് കാലുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 പീസ് ഓഫ് ക്ലോത്ത്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകളും ഒന്ന് സിമ്പിളായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വരച്ചു കൊടുത്ത പീസിൽ അതിൻ്റെ താഴെ അതേപോലെ തന്നെ വേറൊരു തുണിയും കൂടെ വെച്ചിട്ട് നമ്മളിതുപോലെ തുന്നിക്കൊടുക്കുകയാണ്. അങ്ങനെ 4 പീസസ് നമുക്ക് കിട്ടും അങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ. എന്നിട്ട് ഇത് നമുക്ക് തുന്നിയത് വെച്ചിട്ട് മറിച്ചെടുക്കാം. നമ്മൾ വരച്ചു കൊടുത്തതിൻ്റെ ആ ഒരു വരയിൽ കൂടെ തന്നെ തുന്നി കൊടുക്കണം കേട്ടോ. ഇനി ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കാലുകളും കൈകളും കിട്ടും. ഇനി നമുക്ക് ആദ്യം തന്നെ ഫേസാണ് നമുക്ക് പഞ്ഞി നിറച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു സർക്കിൾ കട്ട് ചെയ്ത് വെച്ചതിനകത്തേക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം അകത്തേക്ക് നമുക്ക് കോട്ടൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാധാരണ സോഫ്റ്റ് ടോയ്സ് എല്ലാം ചെയ്യുമ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സാണ് വെക്കുന്നത്. ഇത് നമ്മൾ സാധാരണ സർജിക്കൽ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല, അറിയാമല്ലോ. സാധാരണ കോട്ടണും നമ്മുടെ സാധാരണ സോഫ്റ്റ് ടോയ്ക്കകത്തുള്ള കോട്ടണുമായിട്ട് വ്യത്യാസമുണ്ട്. ഇനി ഇതിലെല്ലാം നമ്മളിതുപോലെ നിറച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോഡി പാർട്സ്, അപ്പർ ബോഡി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ബെല്ലി പോർഷനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയെല്ലാം നമ്മളല്ലാതെ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്യുന്നത് കേട്ടോ. കാലുകളും കൈകളും മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൈകളും കാലുകളും ചെയ്തില്ല, അതിന് പകരം കോട്ടൺ സ്ട്രിങ് ആണ് വെച്ചിരുന്നത്. ഇനി നമ്മൾ നേരത്തെ ഡോളിന് ചെയ്ത പോലെ തന്നെ ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. ഇത്തവണ നമ്മളൊരു കുറച്ചും കൂടെ ഒരു സിൽക്ക് ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചുരുക്കി എടുത്തിട്ട് അടിയിലൊരു ലൈനിങ് പോലെ ഒരു ക്ലോത്തും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ത്രെഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ വുളൻ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫേസിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഫേസ് അല്ല നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഒരു കാർട്ടൂണിഷ് ഫേസ് പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിക്കവാറും ഞാൻ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബിഗ് ഐസ് വരയ്ക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് കണ്ണ് വരയ്ക്കണ തന്നെയാണ് ഭംഗി ഉണ്ടാവുക. പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടെ കാർട്ടൂണിഷ് ഫേസ് വരയ്ക്കണതുകൊണ്ട് കുറച്ചുകൂടെ വലിയ കണ്ണ് തന്നെയാണ് ഇതിന് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ക്ലോത്ത് ഡോള് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ഇപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ഡോളാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ഞി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ 2 കൈകളും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ മുകളിലും കുറച്ച് പഞ്ഞി വെച്ചതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ പോർഷനൊന്ന് നമുക്ക് ഓൾറെഡി തന്നെ അത് ആ ഒരു ഷേപ്പിലേക്ക് വരും. ദാറ്റ് ഈസ് വൈ ഐ സെഡ് നമുക്കവിടെ ഒരു ബോഡി പാർട്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ടും കുറച്ച് കോട്ടൺ വെച്ചിട്ടും തന്നെ ആ ഒരു ഷേപ്പ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ടുള്ള ചുരുക്കെല്ലാം നന്നായിട്ട് വിടർത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഹെഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ക്ലോത്തിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് കുറച്ച് നീട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ത്രെഡ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആ ഒരു ഫേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ മിഡിൽ പോർഷനിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് താഴേക്ക് നമുക്ക് ഡോളിൻ്റെ കാലുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ കാല് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള കാലൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു യു ഷേപ്പിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കോട്ടൺ നിറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൂളൻ ത്രെഡാണ് വേണ്ടത്. ഇത്തവണ നമ്മളൊരു റെഡ് ഹെയർ ഉള്ള ഒരു കുട്ടീനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ പിരിച്ചെടുക്കുക. പിരിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ നടുക്കൊരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു 3-4 ബാച്ച് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ക്ലേ ഡോൾസ് ആണ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ വെഫ്റ്റ് ഉണ്ടാക്കും. അതുപോലെ വൂളൻ ത്രെഡ് തന്നെ പിരിച്ചെടുത്തിട്ട് ചീവി കൊടുക്കും. കേളി ഹെയർ ആണെങ്കിൽ തന്നെ നമ്മളൊന്ന് ചീവി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഓരോ ലെയർ ആയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിനങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പണി കഴിയും.
ഇത്തവണ നമ്മൾ ഒരു ഷോർട്ട് കേളി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ലോങ് അതുപോലെ തന്നെ മിഡിൽ ലെങ്ത് ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഷോർട്ട് ഹെയർ ആണ് ചെയ്യണത്. പിന്നെ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഡിസ്നി പ്രിൻസസ് ആയിട്ടുള്ള മെറിഡയുടെ ഒരു കളർ കോമ്പിനേഷൻ പോലെ തോന്നി. ഞാൻ ഡോള് മെറിഡെ പോലെയാണെന്നല്ല പറഞ്ഞത്. ആ ഒരു ഹെയറിൻ്റെ കളറും ഡ്രസ്സിൻ്റെ കളറുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രസ്സിൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ ഹെയറിൻ്റെ സ്റ്റൈലും എല്ലാം വ്യത്യാസമാണ്. ഏകദേശം ഒരു കളർ കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെറിഡയുടെ ഹെയറൊക്കെ ഭയങ്കര ലെങ്തി ഹെയറാണ്, ഭയങ്കര കേളി ഹെയറാണ്. അതുപോലെ ഡ്രസ്സിൽ ഫുൾ സ്ലീവ് ഡ്രസ്സാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഒരു കമ്മലും മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിൽ ഒരു നടുക്കൊരു ബെൽറ്റ് പോലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഒരുപാട് എലിമെൻറ്റ്സ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഒരു പുതിയതായിട്ടുള്ള ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യണമല്ലേ, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് പുതിയ എലമെൻറ്റ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ഞാൻ സാധാരണ വീഡിയോയിൽ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പറയാറില്ല. ഇപ്പോൾ ഒട്ടും സപ്പോർട്ട് കിട്ടാറില്ല, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചീസ്.